അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ നേപ്പാളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ബോർഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. നേപ്പാൾ എത്തിയപ്പോൾ ഇരുന്ന് ഒരു ലെവലായിരുന്നു. നേപ്പാൾ ട്രിപ്പ് തുടങ്ങിയത് തൊട്ട് ഞങ്ങൾക്ക് 8ൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഫ്റ്റർ 17 hours നേപ്പാളെത്തി. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ്. ആഫ്റ്റർ കുറേ ഹാഡിൽസ് വി ഹാവ് ഫൈനലി റീച്ച്ഡ് നേപ്പാൾ. അപ്പോൾ നമുക്ക് പ്രശ്നം പറ്റിയത് അറൗണ്ട് 5 hours ഉള്ള ജേർണിയിൽ നമുക്ക് 15 hours ഡിലേ ആയി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എയർ ഇന്ത്യയിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസൻ ഗുഡ് അറ്റ് ഓൾ. അപ്പം നമുക്ക് ഇവിടെ ബാഗേജൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഹോട്ടലിൽ പോവുകയാണ്. അപ്പോൾ അവർ ബാഗേജ് കിട്ടുവാണെങ്കിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ പേര് ഗുരുങ്സ് ഹോം എന്നാണ്. കാഠ്മണ്ഡുവിൽ എയർപോർട്ടിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പ്രീപെയ്ഡ് ടാക്സിയാണ് എടുത്തത്. ആൻഡ് ഇത് അത്യാവശ്യം നമുക്ക് ഭയങ്കര ഫീസിബിളായിട്ടുള്ള റേറ്റിലാണ് കിട്ടുക. ബട്ട് എല്ലാത്തിലും മേക്ക് മൈ ട്രിപ്പ്, ഗോ ഐ ബിബോ, booking.com എല്ലാത്തിലും 9.3 റേറ്റിംഗ് ഉണ്ട്. ആൻഡ് സർവീസ് റിയലി ഗുഡ്. ആൻഡ് നമ്മൾ ബുക്ക് ചെയ്തത് സ്റ്റാൻഡേർഡ് റൂമാണ്. ആൻഡ് ദിസ് ഈസ് ആ സ്റ്റാൻഡേർഡ് റൂം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഫസ്റ്റ് സ്റ്റേയിലെത്തിയേക്കാണ് കാഠ്മണ്ഡുവിൽ. അപ്പോൾ എയർപോർട്ട് എക്സ്പീരിയൻസ് നമ്മളുടെ ഒട്ടും നല്ലതല്ലായിരുന്നു. എയർ ഇന്ത്യ സ്റ്റാർട്ടിങ് ഫ്രം ട്രിവാൻഡ്രം ഇഷ്യൂ ആയിരുന്നു. ആദ്യം ട്രിവാൻഡ്രത്ത് നമുക്കൊരു 7-8 hours ഡിലേ ആയി. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് 10 മണിക്ക് എടുത്തിട്ട് 1 മണിക്ക് ഡൽഹി എത്തിയിട്ട് ഞങ്ങൾ 4 മണി വരെ ഫ്ലൈറ്റിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് 5 മണിക്കായിരുന്നു. അപ്പോൾ ഇവിടെ 4:30 ആയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി. പിന്നെ ഞങ്ങളൊരു റണ്ണിങ് റേസ് ആയിരുന്നു അവിടെ കിടന്നിട്ട്. റൺ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഗേറ്റ് എത്തിയപ്പോൾ അവിടെ അല്ല, അവർക്ക് ആർക്കും അറിയത്തില്ല എവിടെയാണെന്നുള്ളത്. ലാസ്റ്റ് ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ മീറ്റ് ചെയ്ത് 5:15, 5:30 ഒക്കെ ആയപ്പം മനസ്സിലായി ഡിലേ ആയെന്ന്. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ അവിടെ പ്രശ്നമായി തുടങ്ങി. പിന്നെ 6 മണിയാക്കി, 6:30 ആക്കി, 6:45 പിന്നെ 7 മണിയാക്കി. 7 മണിക്ക് വീണ്ടും ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. 7 മണിക്ക് കയറിയ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത് 9 മണിക്കാണ്. 9-9:15 ആയപ്പോഴാണ്. ടോട്ടലി വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ലഗേജ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്ന, അതായത് ഡൽഹി ടു കാഠ്മണ്ഡു കയറുന്നവരെ നമ്മൾ എയർ ടാഗ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ ട്രാക്ക് ചെയ്തപ്പോൾ സാധനം അവിടെ ഉണ്ട്, ഫ്ലൈറ്റിൻ്റെ അകത്ത് എവിടെയോ ഉണ്ട്. കാഠ്മണ്ഡു എത്തിയപ്പോൾ സാധനം കാണാനില്ല. പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും അതിൻ്റെ പിറകെ എയർ ഇന്ത്യൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ഇന്ന് തന്നെ ഇവിടെ ഡെലിവറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഫോർ ദ ടൈമിൽ ഞങ്ങളുടെ കയ്യിൽ ഇടാൻ ഡ്രസ്സില്ല, കുളിക്കാൻ സോപ്പില്ല, ഒരു സാധനവും ഇല്ല. ഞങ്ങളുടെ കയ്യിൽ ആകെ ഫോണും ചാർജറും പേഴ്സും പാസ്പോർട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനിയിപ്പം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പം കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ബേസിക് നെസസറി തിങ്സ് ആവശ്യമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ആരും വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് പുള്ളിക്കാരൻ കറൻസി കൺവേർഷൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സിം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം സിം വെച്ച് ഫോണ് ആക്റ്റീവായി. പിന്നെ സ്റ്റേയിൽ വന്നിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഏർജൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു. സോ അത് ഫിനിഷ് ചെയ്തിട്ട് ഞാനിപ്പം റിലാക്സിങ് മൂഡാണ്. പക്ഷേ ഡിസ്കംഫർട്ടബിൾ ഉണ്ട്. കാരണം നമ്മൾ 12 hours ആയിട്ട് ഒരു ഡ്രസ്സും ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാറില്ലല്ലോ. അപ്പം ഡിസ്കംഫർട്ടബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് കോപ്പ് അപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. സ്റ്റേ ട്യൂൺഡ്.
ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റമൊക്കെ വെച്ച് റെഡിയായി. കുറച്ച് സൺസ്ക്രീനും ലിപ് ബാമും ഇട്ടിട്ട് നമ്മൾ ഇറങ്ങുവാണ് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട്. സ്റ്റിൽ ലൊക്കേഷൻ നോക്കിയപ്പോൾ നമ്മുടെ ലഗേജ് ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. നമ്മളിവിടെ നിന്നൊരു വണ്ടി റെൻ്റ് എടുത്തിട്ട് ഫസ്റ്റ് സൈറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ വണ്ടി റെൻ്റ് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. 2500 NPR ആണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലോട്ട് എത്തിയേക്കാണ്. സോ ഈ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. പേര് സ്വയംഭൂ മഹാചൈത്യ എന്നാണ്. അപ്പോൾ മെയിന് വരുന്നത് നമുക്കൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ കുറച്ചധികം നടന്നിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകാൻ പോവുക. സോ അപ്പോൾ ഇങ്ങനൊരു ടിക്കറ്റ് എടുക്കാനുണ്ട്. ഈ ടിക്കറ്റിന് വരുന്ന റേറ്റ് 50 NPR ആണ്. അപ്പോൾ ഇത് വേൾഡ് യുനെസ്കോ സൈറ്റും കൂടെയാണ് ഈ പ്ലേസ്. നല്ല വ്യൂ ആയിരിക്കും അല്ലേ. സോ നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്നാൽ നേപ്പാൾ മെജോറിറ്റി കാണാൻ പറ്റും. ആക്ച്വലി കാഠ്മണ്ഡു എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ സറൗണ്ടഡ് ടൗൺ ആണ്. ലൈക്ക് ചുറ്റിലും മൗണ്ടെയിൻ, നടുക്ക് ടൗൺ. അപ്പോൾ ആ ടൗണിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പം നേപ്പാളിലെ സീസണിൻ്റെ ടൈമാണ്. സോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ഒരു പ്ലേസിൽ. അപ്പോൾ ഇവിടെ ഒന്നും അല്ല മെയിന്. ആക്ച്വലി ഇത് ജസ്റ്റ് സബ് പാർട്ടാണ്. ആൻഡ് മെയിൻ പാർട്ട് വരുന്നത് നമുക്ക് ആ ഒരു ഗോൾഡ് കളർ ഗോപുരം വരുന്നില്ലേ, അവിടെയാണ് നമുക്ക് മെയിൻ പാർട്ട് വരുന്നത്, ആ ഒരു പോയിന്റിൽ. അപ്പം ഇവിടെ നിന്ന് നടന്നിറങ്ങിയിട്ട് തിരിച്ചു മല കയറാണ്. അപ്പം നമ്മൾ ഇവിടെയുള്ളൊരു മൊണാസ്ട്രി, അതായത് ഈ വന്നിരിക്കുന്ന പ്ലേസിലൊരു മൊണാസ്ട്രീൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പം അവിടെ ഈ നേപ്പാളിലുള്ള പ്രേയേഴ്സ് ഇങ്ങനെ ബെൽസിൻ്റെ രൂപത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ. അപ്പം നമ്മൾ മെയിൻ ടെമ്പിളിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കൊക്കെ കുറേ ഷോപ്സ് ഉണ്ട്, സുവനീയേഴ്സിൻ്റെ. നമ്മൾ മെയിൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ പ്രതിഷ്ഠ ഇവിടുത്തെ. ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ചുറ്റും കുറേ ഷോപ്സ് ഉണ്ട്. ഈ ഒരു സ്തൂപ്പാൻ്റെ സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് ഐസ് ആൻഡ് നോസ് തിങ്. നല്ല രസമുണ്ട് കാണാൻ. മെയിൻ ഫ്രണ്ട് ഇതാണ് വരുന്നത്. ആക്ച്വലി വർക്ക്ഷോപ്പ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഫുൾ കണ്ടിട്ട് നല്ല തിരക്കേണ്ടതായ, സോ ഇങ്ങനെ ഫുൾ കണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. താഴോട്ട് സ്റ്റെപ്പ് ഈസ് ലൈക്ക് ഭയങ്കര. അവിടെ നിന്ന് ഇറങ്ങിയപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ടൗണിൻ്റെ വ്യൂ ഈസ് ലൈക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള പോലത്തെയാണ്. അടുക്കി വെച്ചിട്ട് പോലെ കാണാൻ പറ്റും നമുക്ക്. ബട്ട് താഴോട്ട് പോകുമ്പോഴും സെയിം തന്നെയാണ്, ലൈക്ക് ഭയങ്കര കൺജസ്റ്റഡ് ഫീലിംഗ് ആണ് റോഡ്സൊക്കെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്. പോകാൻ പോകുന്ന ബുദ്ധ സ്തൂപ്പ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ ബുദ്ധ സ്തൂപ്പ എത്തുവാണ്. അറൗണ്ട് ഒരു 200 to 500 meters ഇനി നടക്കാൻ കൂടെയുണ്ട്. സൈഡിൽ 2 ഷോപ്സൊക്കെ ഉണ്ട്. ഓ യാ, സോ ഇതാണ് ബുദ്ധ സ്തൂപ്പ. സെയിം കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് അവിടെ കണ്ട പോലെ തന്നെ. അപ്പോൾ ഈ സ്തൂപ്പാൻ്റെ അടുത്ത് തന്നെ കുറേ ഷോപ്സും കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ടിക്കറ്റൊന്നും ഇല്ല ഇതുവരെ. നമുക്ക് പാർക്കിംഗ് ഫീ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ബാക്കി എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ്.
അങ്ങനെ നമ്മൾ സ്തൂപ്പ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയൊരു ദർബാർ സ്ക്വയറിൽ പോവുക. അവിടെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. നമ്മൾ രാവിലെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഓംലെറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഉച്ചത്തെ ഫുഡ് അവിടെ പോയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 1 hour ജേർണി ഉണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ സമയം 4:05. നമ്മുടെ ഇന്ത്യനേക്കാളും 15 minutes എഹെഡാണ് നേപ്പാളിലെ ടൈമിങ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ 3:50. അപ്പം നമ്മളെന്തായാലും ഇപ്പം ഇറങ്ങിയാൽ ഒരു 5 മണിയാകുമ്പോൾ അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങുക. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലഗേജ് എവിടെ എത്തിയെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷെ സോഫ അതവിടെ തന്നെ ഉണ്ട്, ഡൽഹി തന്നെ ഇരിക്കുകയാണ് ലഗേജ്. എന്താണെന്നൊരു ഐഡിയ ഇല്ല. അവർ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എത്തിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് അനങ്ങിയിട്ടില്ല, സെയിം സ്പോട്ടിൽ തന്നെ ഇരിക്കുകയാണത്. അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പെയർ ഡ്രസ്സെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആവശ്യമുണ്ടല്ലോ. അപ്പം ഇവർ ഇനിയിപ്പം റെസ്പോൺസ് ചെയ്യത്തില്ലായിരിക്കും. കാരണം അവർ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി 3 ഫ്ലൈറ്റും കൂടെ ഉണ്ട്. അപ്പോൾ വരുവാണെങ്കിൽ ആ 3 ഫ്ലൈറ്റിൽ കയറ്റി വിടുമെന്ന്. അപ്പം നോക്കാം. അങ്ങനെ നമ്മൾ ദർബാർ സ്ക്വയർ എത്തിയിട്ടുണ്ട്. സോ അതാണ് കിങ്ഡം. അങ്ങനെ നമ്മൾ ദർബാർ സ്ക്വയർ എത്തിയിട്ടുണ്ട്. സോ ഇത് പണ്ടത്തെ രാജകാലത്ത് ഉണ്ടായിരുന്നതാണ്. സോ ഇവിടത്തെ കിങ്ങിന് 3 കിങ്ഡം ഉണ്ടായിരുന്നു. അതിൽ മിക്കതും ആഫ്രിക്ക വന്നപ്പോൾ പോയായിരുന്നു. ഇത് ഭയങ്കര വലിയൊരു ഡൈനാസ്റ്റി പോലെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ മോണമെന്റ്സ് ഒക്കെ അകത്തുണ്ട്. So ഈ place is also known as ഭക്താപൂർ ദർബാർ സ്ക്വയർ. അപ്പോൾ ഇത് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ് ആൻഡ് കുറേ കാണാനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഡൈനാസ്റ്റി വരുന്നത് റെഫേഴ്സ് ടു ലിച്ചാവി, മല്ല ആൻഡ് ഷാ. ഇവർ 3 പേരാണ് നേപ്പാൾ റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിലുള്ളത്. കൺസ്ട്രക്ഷൻ ഈസ് യുണീക്ക്. പിന്നെ നമുക്കിപ്പോൾ വിശന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ മുകളിലുള്ള റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന്. കഴിച്ചിട്ട് വൈകിട്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ റൂഫ് ടോപ്പിൽ പോകാനായിട്ട് വന്നേക്കുകയാണ്. ഓൾഡ് ഭയങ്കര പഴയ പ്രോപ്പർട്ടിയാണ്. അവർ നല്ലപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇത്. നമസ്തേ. പിന്നെ ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത വന്നിട്ട് ഇത് ഒരു കിങ് അല്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ 3 പീരീഡിലുള്ളവർ ആണ് ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾ കെട്ടി നിർത്തിയ അവിടെ നിന്ന് അടുത്ത കിങ് തുടങ്ങും, അത് കഴിഞ്ഞിട്ട് അടുത്ത കിങ് തുടങ്ങും. അങ്ങനെയാണ് ഇവർ ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ വ്യൂ ഈസ് ഹിമാലയാസ്, ചുറ്റും ഹിമാലയാസ് ആണ്. പിന്നെ എർത്ത് ക്വിക്ക് വന്നപ്പം മോസ്റ്റ് ഓഫ് ദി മോണുമെൻറ്റ്സും ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരത് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതും കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഭക്താപൂരിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം അസം മാർക്കറ്റിലോട്ട് പോവാണ്. കുറച്ച് ഡ്രസ്സ് മേടിക്കാനുണ്ട്. അത്യാവശ്യം നല്ലൊരു ഈവനിങ് ആയിരുന്നു സ്പെൻഡ് ചെയ്തിട്ട്. ഇപ്പം ഓൺ ദി വേ ടു അസം മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ആസാം സ്ട്രീറ്റ് എത്തി. ആസാം സ്ട്രീറ്റ് എത്തിയപ്പോൾ 7:30 ഒക്കെ ആയപ്പോൾ തന്നെ ഇവിടുത്തെ ഷോപ്സൊക്കെ അടച്ചു. അപ്പം നാളെ ഇടാനായിട്ട് 2 ഡ്രസ്സും വാങ്ങിയിട്ട് നമ്മളിപ്പോൾ പോവുക. ലിറ്ററലി ഈ സ്ട്രീറ്റിലിപ്പോൾ വളരെ കുറവ് ഷോപ്സ് മാത്രമാണ് ഓപ്പൺ, അവരും ക്ലോസിങ് ആയിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ വരുവാണെങ്കിൽ ബിഫോർ 7 എത്തുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7:30, 8 ഒക്കെ ആയി എത്തുമ്പം ഇവിടെ ഒന്നുമില്ല, നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാനില്ല. വരുവാണെങ്കിൽ ഒരു 7:30 മുന്നേ എത്താം. ഇനിയിപ്പം നമ്മൾ വേറൊരു മാർക്കറ്റിലോട്ട് പോവുക.
അങ്ങനെ നമ്മൾ തമിഴ് മാർഗ് വേണം. ഇവിടെ കുറച്ചും കൂടെ ഹാപ്പനിങ് ആണെന്ന് തോന്നുന്നു. റോഡൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് ആൻഡ് കുറച്ച് സ്പോട്ട്സ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ മോമോസ് കഴിക്കാനായിട്ട് ഇങ്ങനെ തപ്പി നടക്കുവാണ്. അങ്ങനെ ബെസ്റ്റ് മോമോസ് തപ്പി നമ്മൾ ന്യൂ ആ മോമോസിലെത്തി. അപ്പോൾ ഇവർക്ക് നല്ല റിവ്യൂ ഉണ്ട്, എല്ലാവരും പറയുന്നത് കൊള്ളാമെന്നാണ്. ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോമോസൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ടായി. നമ്മൾ മോമോസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ കയറി നമ്മുടെ ടാഗ് ട്രാക്ക് ചെയ്തപ്പം അത് കാഠ്മണ്ഡു എത്തിയിട്ടുണ്ട്. അപ്പം ഒരു 6:30 ആയപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്തായിരുന്നു ചുമ്മാ. അപ്പോൾ അത് ലൊക്കേഷൻ അൺഅവൈലബിൾ കാണിച്ചു. പിന്നെ ഞാനൊരു 8:30 എനിക്ക് ഡൗട്ട് തോന്നി ചുമ്മാ കയറി നോക്കിയപ്പം കാഠ്മണ്ഡു എത്തി. അപ്പം നാളെ രാവിലെ പോയി പിക്ക് ചെയ്യണം. പിന്നെ നാളെ രാവിലെ നമുക്ക് ഒരു ജേണി ഉണ്ട്. അത് കഴിഞ്ഞ് കളക്ട് ചെയ്തിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് ബാക്കി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലക്കിലി. പിന്നെ അത്യാവശ്യം ടയേർഡാണ്. അപ്പം ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. റൂമെത്തി ഫ്രഷ് ആകുക, കിടക്കുക. സീ യു ടുമോറോ മോർണിംഗ്.